നഷ്ടപ്പെട്ടാൽ ശ്വാസം മുട്ടിക്കുന്നുവെന്നാണ് വിശ്വാസം. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന, നമ്മൾ ഏറ്റവും കരുതുന്ന ആളുകൾ നമ്മളോട് നുണ പറയുമ്പോൾ അത് വല്ലാത്തൊരു നൊമ്പരമാണ് നമ്മളിൽ ഉണ്ടാക്കുക. അവർ പറയുന്നത് നുണയാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാവുക കൂടി ചെയ്താൽ ആ നൊമ്പരത്തിൻ്റെ ആഴം വല്ലാണ്ട് കൂടും. ശരിക്കും ഏറ്റവും വലിയൊരു വിശ്വാസ വഞ്ചനയതാണ്. വിശ്വാസവഞ്ചനയോളം വേദനിപ്പിക്കുന്ന മറ്റൊരു കാര്യം ഈ ഭൂമുഖത്ത് വേറെയില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി കോൾ ടു പത്തനാപുരത്തിലേക്ക് സ്വാഗതം. ഹലോ 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 സാർ. നമസ്കാരം. സാറല്ല, ഹരി. ഞാൻ ചേട്ടനെക്കാളും ഒത്തിരി പ്രായം കുറവാ. അപ്പൊ ചേട്ടാന്ന് വിളിച്ചാൽ മതി. എന്തിനാണ് സാറ്? ആ പറയൂ അനിയത്തി. ഹലോ, ഒത്തിരി വിളിച്ചല്ലോ മോളെ. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറ. ഒത്തിരി വിളിച്ചായിരുന്നു. ഞാൻ ഭർത്താവിനെ വിളിക്കുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് പറ. 1985 നവംബർ 14 വൈകുന്നേരം 4 മണിക്ക്. നവംബർ 14 എത്ര മണിക്കാണ്? വൈകുന്നേരം 4 മണി 4:45. മോളെ ജനിച്ച ജില്ല ഏതാ? കോട്ടയം. വ്യാഴാഴ്ച തൃക്കേട്ട നക്ഷത്രം. മോളെ തൃക്കേട്ട ഉത്രാടം. മോളെ 1985 ആണോ? അതെ. നവംബർ 14 അതെ. ഒന്നും കൂടെ ഒന്ന് നോക്കാൻ പറഞ്ഞ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണോ? ഇപ്പൊ ഹസ്ബൻഡ് അടുത്തുണ്ടോ? ഇല്ല, അമ്മയുണ്ട്. അമ്മയടുത്ത് ചോദിച്ചേ. ഇത് സ്കൂളിൽ ചേർത്ത ഡേറ്റ് ആയിരിക്കും. മലയാള മാസം തുലാം ആണോന്ന് ചോദിച്ചേ. തുലാമാസം ആണോന്ന് ചോദിച്ചേ. വൃശ്ചിക മാസം 2. നമ്മള് വൃശ്ചികം 2 വരുന്നത് ഈ ദിവസം അല്ല. വൃശ്ചികം 2 വരുന്നത് എന്താ അറിയാവോ? വൃശ്ചികം 2 വരുന്നത് 17 തീയതിയാണ്. അതായത് നവംബർ 17 കണ്ടാ. മോളെ ഉത്രാട നക്ഷത്രമാണ്. ഞായറാഴ്ച ദിവസമാണ്. വൃശ്ചിക മാസം 2 തീയതിയാണ്. പുള്ളിക്കാരനെ മോളെ ഇപ്പൊ ഇത്തിരി ജോലിയുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചോളാൻ പറയണം കേട്ടോ. വിദേശത്തോട്ട് പോവാൻ നിൽക്കുവാണ്. അതായത് കുറച്ച് ഡിലേ വരും. ഈ സാമ്പത്തികമായ ചതിവുകളൊന്നും വരാതിരിക്കാൻ നോക്കിക്കോളാൻ പറയണം. അയ്യോ, നല്ലോണം ചതിവുണ്ട്. ഒരുപാട് പേർക്ക് ഇങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കാൻ പറയണം. ഈ പുള്ളിക്കാരന്റെ പ്രശ്നം എന്താണെന്നറിയോ മോളെ? വെറുതെ എല്ലാവരും കയറി വിശ്വസികളെ. അതങ്ങ് മാറ്റാൻ പറയണം മോളെ. ശരിക്കും പറഞ്ഞ ആളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ കുറച്ച് പീരീഡുകൾ കടന്നു പോയിന്ന് വെച്ചാൽ ഇപ്പൊ മാറുകയാണ് കേട്ടോ. വലിയ മോശമായിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ കുറേ ടെൻഷൻസ് ഉണ്ടാകേണ്ടുന്ന സമയമായിരുന്നു. വെറുതെ നടക്കേണ്ട കാര്യങ്ങൾ പോലും ഇങ്ങനെ തടസ്സപ്പെട്ടു പോകുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുള്ള പീരീഡായിരുന്നു. അതെല്ലാം ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് മാറുന്നുണ്ട്. നല്ലൊരു ജോലി കിട്ടും, നല്ല രീതിയിൽ പോകാൻ കഴിയും, നല്ല പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും മോളെ കിട്ടുന്നത്. കിട്ടുന്ന ജോലി ഏറ്റെടുത്തിട്ട് അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കാൻ പറയണം. ഇത്തിരി സേവിങ്സ് നോക്കാൻ പറയണം. മനസ്സിലായോ പറഞ്ഞേ? കിട്ടുന്ന എല്ലാം ചെലവാക്കും. അത് കുറച്ച് കുറയ്ക്കണം മോളെ. ചെലവിനെ കുറച്ച് നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നോക്കാൻ പറയണം കേട്ടോ. പിന്നില്ലേ, ഇപ്പൊ 20 തീയതി പോവാ, വെളിയിലോട്ട് പോവാണേ മോളെ. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ജോലി ആയിരിക്കും കിട്ടുന്നത്. ഏത് കിട്ടിയാലും അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാൻ നോക്കാൻ പറയണം. കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാവും. അപ്പൊ കളഞ്ഞിട്ട് പോരരുതെന്ന് പറയണം. പിടിച്ചു നിൽക്കാൻ പറയണം. അപ്പൊ ഞങ്ങൾ വീടും കാര്യമൊക്കെയോ? അതൊക്കെ വീട് പുതിയത് വെക്കാനാണോ മോളെ? അതൊക്കെ മോളെ 2027 ഏറ്റവും അനുയോജ്യ സമയം. എന്ന് വെച്ചാൽ അതിന് മുമ്പ് പൈസയൊക്കെ സെറ്റായി വെക്കാനാണെങ്കിൽ വെക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് മുമ്പ് സെറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണം. നമുക്ക് എന്തായാലും 2027 ഒരു വീട് വെക്കുന്ന രീതിയിലേക്ക് പോകണം. അതാ ഞാൻ പറഞ്ഞ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ നോക്കാൻ പറയണം. ഇനി കുറച്ച് പ്ലാനിങ്ങിൽ പോകാൻ പറയണം. ഇതുവരെ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാക്കണം. നമുക്ക് ഇന്നത് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വെക്കണം. അങ്ങനെയുള്ള രീതിയിൽ പോകാൻ വേണ്ടി നോക്കണം കേട്ടോ മോളെ. അല്ല വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കെ. അമ്മയുണ്ടോ അവിടെ? അമ്മയുണ്ട്. എന്ത് പറയാമെന്നേ? അമ്മയെ ഞാൻ കൊടുക്കാവേ. അമ്മയ്ക്കും ഇങ്ങനെ വയ്യാതെ അമ്മേ. ഹരി പത്തനാപുരം എന്ന് പറഞ്ഞ ഒരാളാ അമ്മേ? ആണോ? എന്തുകൊണ്ട് വിശേഷമൊക്കെ? വിശേഷമൊക്കെ എനിക്ക് സുഖമില്ലാതിരിക്കുന്നു. എന്ത് പറ്റി അമ്മേ? അതൊക്കെ ശരിയാവും. അമ്മയുടെ നാളെന്താ? അവിട്ടം. ഏത് കൂറാണെന്ന് അറിയൂ? അറിയത്തില്ല, അമ്മമാരല്ലേ അമ്മ. ശരി, അറിയത്തില്ല. അങ്ങനെയൊന്നും രണ്ടാണേലും കുഴപ്പമില്ല. അമ്മ ടെൻഷനൊക്കെ മാറ്റി വെച്ചാൽ മതി. മോനൊക്കെ ഇപ്പൊ പോയി നല്ല ജോലിയെല്ലാം കിട്ടി സെറ്റ് ആവത്തില്ലേ? അപ്പൊ അമ്മയുടെ കുറച്ച് ടെൻഷനൊക്കെ മാറത്തില്ലേ? അപ്പൊ ധൈര്യമായിട്ടിരിക്കും, വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. വെച്ചേക്കട്ടെ.
ഇല്ല ഒരു മിനിറ്റ്. ആ എന്റെ സമയം നോക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് പറ, പെട്ടെന്ന് പറഞ്ഞു. 1998. 1998. അതന്നെ 1998 ഫെബ്രുവരി 19. സമയം രാവിലെ കൃത്യമായിട്ട് അറിയത്തില്ല. രാവിലെ ആണെന്നേ അറിയുള്ളൂ അല്ലേ? വിശാഖം. വിശാഖം നക്ഷത്രം. അന്ന് വ്യാഴാഴ്ച ദിവസമാണ്, കുംഭമാസം 7-ാം തീയതി. മോളെ മോക്ക് ഒരു നല്ല ജോലി കിട്ടേണ്ട ആളാണല്ലോ. മോളെന്താ ട്രൈ ചെയ്യുന്നില്ലേ? ഒന്നും പ്രയത്നിക്കുന്നില്ല. അതെന്ത്? ഇപ്പൊ നോക്കാൻ തന്നെ ഇരിക്കുക. നോക്കിക്കോ, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. മോൾക്ക് ഒരു നല്ല ജോലി കിട്ടും. മോളെ മോക്ക് ഒരു നല്ല ജോലി കിട്ടും. മോൾ ഇത്തിരി മടിയുണ്ട്, അത് മാറ്റിയിട്ട് ആവേശത്തോടു കൂടി മുന്നോട്ട് പോയി നല്ലൊരു ജോലിയൊക്കെ മേടിക്കും. ഓക്കെ, ശരി മോളെ, ടാറ്റ. ഞങ്ങളുടെ വിഷമമൊക്കെ മാറുമല്ലേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഒന്നും വിശ്വാസം വന്നില്ലല്ലേ? ഞങ്ങൾക്ക് സാറിന് ഭയങ്കര വിശ്വാസം, ഒത്തിരി വിശ്വാസം. അതുകൊണ്ടല്ലേ അപ്പൊ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ, നടക്കും. നടക്കാത്തതൊന്നും പറയില്ലെന്ന് അറിഞ്ഞൂടെ? ഓക്കെ. കുഞ്ഞിന് എത്ര വയസ്സായി? കുഞ്ഞവിടെ കിടന്ന് ബഹളം വെക്കുന്നല്ലോ. കുഞ്ഞുണ്ട്. കുഞ്ഞിനിപ്പോ 2.25 വയസ്സായി. ഞങ്ങള് കഴിഞ്ഞ ആഴ്ച അക്ഷരമൊക്കെ എഴുതിപ്പിച്ചു, അധ്യക്ഷരമൊക്കെ കുറിപ്പിച്ചു. ഇപ്പൊ എഴുതി പഠിപ്പായിരിക്കും. കൊച്ചിന്റെ കൂടെ നോക്കട്ടെ, പറയാമോ? ഞാൻ ചോദിച്ചപ്പോഴാണോ ഓർത്ത്? ഡേറ്റ് ഓഫ് ബർത്ത് പെട്ടെന്ന് പറ. 2023 ഫെബ്രുവരി 28. സമയം 2:09 PM. 2:09 PM അല്ലേ? അതെ അതെ, ഫെബ്രുവരി 28. മകയിരം നക്ഷത്രമാണ്. അന്ന് കുംഭം 16-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസമാണ്. അതെ, ചൊവ്വാഴ്ച. കുഴപ്പമൊന്നുമില്ല മോളെ, നല്ലോണം പഠിപ്പിച്ചു. ഇച്ചിരി നിർബന്ധമൊക്കെ ആയിരിക്കും. എവിടെയെങ്കിലും വലിഞ്ഞു പിടിച്ച് കയറിയിട്ട് ചാടാതൊക്കെ നോക്കിക്കോണം കേട്ടോ. അതേ ഉള്ളു, എപ്പോഴും കുസൃതിയാ. ഇച്ചിരി കുസൃതി കൂടുതൽ ഉണ്ടാവും. കുഴപ്പമില്ല, രസകരമാക്കൂ. ഓക്കെ, ശരി, ടാറ്റ. ഹലോ, നമസ്കാരം സാർ. ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? ആരാന്ന് ചേട്ടന് മനസ്സിലായോ? മനസ്സിലായി. ഹരിപത്തനാപുരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ചേട്ടാ, മോന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറയൂ. 4/4/88. 4/4/1988. സമയം 11:49 PM. ഓക്കെ. എവിടാ ചേട്ടാ ജനിച്ചേ? സ്ഥലം? ജനിച്ചത് ഉദയ്പൂർ, രാജസ്ഥാനിലാണ്. ചോദ്യാണ് നക്ഷത്രം. അതെ അതെ. ചേട്ടാ, എന്താണ് ചേട്ടന് പിന്നെ മോനെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് വിവാഹമാണോ പ്രശ്നം? വിവാഹമാണ്. ചേട്ടാ, നേരത്തെ ഒരെണ്ണം വന്നിട്ട് പോയോ ചേട്ടാ? അടുത്ത് വരെ വന്നിട്ട്? അയ്യോ, അത് മൂക്കറ്റം വരെ, മൂക്കിന്റെ അറ്റത്ത് വരെ വന്നിട്ട് തട്ടിപ്പോയി. ചേട്ടാ, അത് ഞാൻ അറിഞ്ഞിട്ടാണോ ചേട്ടനോട് ചോദിച്ചത്? അല്ലല്ലോ. അല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് അങ്ങനെ ഒരെണ്ണം വന്നിട്ട് പോകണം എന്നുള്ളതല്ലേ? ചേട്ടാ, ഇപ്പൊ സമയം തുടങ്ങിയിട്ടുള്ളത് 2025 ഇപ്പം ഒക്ടോബർ 8-ാം തീയതി മുതലാണ് സമയം തുടങ്ങിയേക്കുന്നത്. ഇനിയിപ്പോ 2027 ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ സമയം ഉണ്ട് എന്ന് വെച്ച് നമ്മൾ അത്രയും നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മളിപ്പം ആലോചിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചനകൾ നടത്തണം. പക്ഷെ നമ്മൾ ഇനി പൊരുത്തം നോക്കൽ പരിപാടിക്ക് ഇനി പോകണ്ട. കാരണം മോനെ സംബന്ധിച്ച് ഒരുപാട് ഏജ് ഇത്തിരി കൂടുതലായിട്ടുണ്ട്. 37 വയസ്സായി. അപ്പൊ നമ്മൾ ഇനി പൊരുത്തം നോക്കാൻ പോകരുത്. കാരണം എന്താന്ന് വെച്ചാൽ, ഞാനൊരു വിഷമത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ്, ഈ പലപ്പോഴും ഈ പൊരുത്ത വിഷയത്തിൽ ജ്യോതിഷികൾക്കിടയിൽ ഒരഭിപ്രായം ഇല്ല. നമ്മൾ പോയി നോക്കുമ്പോൾ കൊള്ളാന്ന് പറയും, അവർ പോയി നോക്കുമ്പോൾ കൊള്ളില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാതെ നടത്താനും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് നോക്കിക്കോട്ടേ എന്ന് വിചാരിക്കുക. മോൻ്റെത് ശുദ്ധജാതകമാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ കുഞ്ഞു പാപമുള്ളതും ചിലർ അക്സെപ്റ്റ് ചെയ്ത് തരത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 30 വയസ്സ് വരെയൊക്കെ നമ്മൾ പൊരുത്തം നോക്കണം. അതിനുശേഷം അങ്ങോട്ട്, കാരണം ഇന്നത്തെ ഒരു ആയുർദൈർഘ്യം വെച്ചിട്ട് ചേട്ടൻ്റെ പ്രായത്തിൽ പോലും ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആയുർദൈർഘ്യം കുറഞ്ഞു വരികയാണ്. അപ്പം നമ്മൾ കല്യാണം എല്ലാം കഴിച്ച് കുടുംബമൊക്കെ ആയി ജീവിക്കണമെങ്കിൽ കുറച്ച് ഇതെടുക്കും. മനസ്സിലായോ? അതാണ് പ്രശ്നം. അപ്പം അതുകൊണ്ട് ചേട്ടൻ ഒരാശങ്കയും വെക്കേണ്ട. നല്ലൊരു വിവാഹമൊക്കെ നടക്കും, നല്ലതുപോലെ പോകാൻ കഴിയും. അതിനുവേണ്ടി ട്രൈ ചെയ്താട്ട്. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല. സമാധാനമായിട്ടിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ശരി, വെച്ചേക്കട്ടെ. ഓക്കെ. നമുക്ക് 2 തരത്തിലുള്ള ചിന്തകളാണുള്ളത്. ഒന്ന് ഇമോഷണൽ തിങ്കിങ്, 2 ഇൻ്റലക്ച്വൽ തിങ്കിങ്. അതായത് നമ്മളുടെ വൈകാരികതയെ വെച്ചുകൊണ്ട് ചിന്തിക്കുകയും നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും ചെയ്യുക എന്നുള്ളത്.
നോർമലി മനുഷ്യനെ സംബന്ധിച്ച് ഇപ്പം ഞാനാണെങ്കിലും പെട്ടെന്ന് ഇമോഷണലായിട്ട് ചിന്തിക്കും പല കാര്യങ്ങളെയും. പക്ഷെ ചില ആളുകൾ വളരെ ബുദ്ധിപൂർവ്വം മാത്രമേ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ. അവർ വരുംവരായികളെ പറ്റി ആലോചിക്കും, എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും, അങ്ങനെ ചെയ്തിട്ടേ തീരുമാനം എടുക്കാറുള്ളൂ. പലപ്പോഴും ഞാൻ അത്തരം തീരുമാനങ്ങളിൽ ഞാനും പരാജയപ്പെടാറുണ്ട്. കാരണം ഞാൻ കുറച്ച് ഇമോഷണലാണ്. ടെൻഷൻ വന്നാൽ എനിക്ക് പെട്ടെന്നൊന്നും ഒരു തീരുമാനവും വരാറില്ല, പലർക്കും വരാറില്ല. അത്തരത്തിലുള്ളൊരു സംഭവത്തെ പറയുന്നതിനാണ് ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ ഇൻട്രോ പറഞ്ഞത്. ഒരു ഭാര്യയും ഭർത്താവും ഒരു ദിവസം എന്നെ കാണാൻ വന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഏറെ കൗതുകകരമായ ഒരു സംഭവം. ഭാര്യ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ദിവസം അവരുടെ ഫോൺ പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അവരങ്ങനെ ഫോൺ അധികം യൂസ് ചെയ്യുന്നതല്ല. ഭർത്താവ് വിളിക്കും, വൈകിട്ട് വിളിക്കാൻ വരും. അങ്ങനെ ഫോൺ മിസ്സായി. അവരവിടെല്ലാം പരിശോധിച്ചു. മക്കൾ നാട്ടിലില്ല, അവരൊക്കെ പുറത്താണ്. അങ്ങനെ പരിശോധിച്ചിട്ട് ഇവർ കാണാതായപ്പോൾ എനിക്ക് വിചാരിച്ചു സാരമില്ല, ഇനിയിപ്പോൾ നമുക്ക് മൺഡേ വന്നിട്ട്, കാരണം സാറ്റർഡേ സൺഡേ ഓഫാണ്, മൺഡേ വന്നിട്ട് ഇനിയിപ്പോൾ ഫോൺ എടുക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർ വീട്ടിലേക്ക് പോയി. വീട്ടിൽ പോയി അന്ന് പരിശോധിച്ചതൊക്കെ അവിടുത്തെ കൂടെയുള്ള സബോർഡിനേറ്റേഴ്സിനൊക്കെ അറിയാം, അവർക്ക് ഇങ്ങനെ കാണാതായി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പിറ്റേ ദിവസം ഇവരുടെ ഒരു ഗ്രൂപ്പിലേക്ക്, ഇവരുടെ പ്രൊഫഷണൽ ഗ്രൂപ്പിലേക്ക് ഇവരുടെ ഫോണിൽ നിന്ന് ഒരു മോശം വീഡിയോ ആരോ പോസ്റ്റ് ചെയ്തു, ആ ഗ്രൂപ്പിലിട്ടു, വാട്സപ്പിൽ. അപ്പോഴാണ് എല്ലാവരും ഇതെന്താണ് ഇങ്ങനെ, ഇവരെ പോലൊരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാര്യം എന്താണ് ഉണ്ടായത്, ഇവരിങ്ങനെയല്ലല്ലോ ചിന്തിച്ചത്. അറിയാലോ, നമ്മൾ അങ്ങനെയല്ലേ പ്രതീക്ഷിക്കുകയുള്ളൂ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യം വരുമ്പോൾ എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും ഇവരെ വിളിക്കാൻ ശ്രമിച്ചു. ഫോണിൽ കിട്ടുന്നില്ല. ഭർത്താവിനെ അറിയാവുന്നവർ ആ ഫോണിൽ വിളിച്ചു. പിന്നെ ഇവരെ പറ്റി അറിയാവുന്ന, ഇവരുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയി എന്നറിയാവുന്ന ഇവരോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ വിളിച്ചവരോട് പറഞ്ഞു കൊടുത്തു, ശരിക്കും അവരുടെ ഫോൺ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഇവർക്ക് വലിയ അപമാനം ഉണ്ടായി. പക്ഷേ പിന്നീട് ഇവരുടെ സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അവരോടൊപ്പം ജോലി ചെയ്യുന്ന 2 പേർ ചേർന്നിട്ടാണ് ഈ ഫോൺ എടുത്ത് മാറ്റിയത്. അതെന്തോ പ്രൊഫഷണൽ ജലസിയോ എന്തെങ്കിലും പ്രൊമോഷൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഇഷ്യൂസൊക്കെയാണ്. അങ്ങനെ ഫോൺ എടുത്ത് മാറ്റിയെന്ന് മനസ്സിലാക്കുകയും പിന്നീട് കേസാവുകയും അവരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ വാർത്തകളൊക്കെ വന്നിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇനിയാണ് ഇതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതിനടുത്ത ദിവസങ്ങളിൽ ഒരു ദിവസം ഇവർ തിരുവനന്തപുരത്ത് പോയി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സമീപത്ത് ചെന്നിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് ഇവർ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വീട്ടിലാരുമില്ല. അങ്ങനെ ഇവർ വീട്ടിലേക്ക് വന്നു, ഗേറ്റ് തുറന്നു, അകത്തേക്ക് കയറി സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഇട്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി. എന്താ ഞെട്ടിയെന്നറിയോ? ഇവരുടെ വീടിൻ്റെ ആ ഡോറിലേക്ക് കയറുന്നതിൻ്റെ സൈഡ് ഭാഗത്തായി ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു വാഴയില, ചെറിയൊരു വാഴയിലയുണ്ട്. ആ വാഴയിലയ്ക്കുള്ളിൽ കുങ്കുമം, കുറച്ച് ഭസ്മം, തുളസിയില, ശംഖുപുഷ്പത്തിൻ്റെ ഇല, അങ്ങനെ കുറച്ച് പൂകളും ഇലകളും എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇവരിത് കണ്ടപ്പോൾ വല്ലാണ്ട് ഭയാശങ്കയിലായി. നമ്മളായാലും പേടിക്കും. കാരണം ഒന്നാമത് വല്ലാണ്ട് മാനസികമായി തളർന്നിരിക്കുന്നു. ഒരു വല്ലാത്ത മാനസിക അവസ്ഥയുള്ള ഒരു സമയത്താണ് ഈ കാഴ്ച കാണുന്നത്. ഈ കാഴ്ചയിൽ അവർ വല്ലാണ്ട് പതറി, ടെൻഷനായി. ഒരു വിധത്തിൽ ഇവർ ഈ സാധനം എടുത്തിട്ട് എങ്ങനെയോ ഒരു കവറിലേക്ക് മാറ്റി. അന്ന് ഇവർക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. എവിടെ നിന്നൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നു. എന്തൊക്കെയോ, ചിലപ്പോൾ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നതായി തോന്നുന്നു, ആരോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നതായി തോന്നുന്നു. അങ്ങനെ ഇവരുടെ മനസ്സ് ഇവരിതേവരെ കേൾക്കാത്ത പല ശബ്ദങ്ങളും ഇവരുടെ ചെവിയിലേക്ക് ഇങ്ങനെ കേൾപ്പിച്ചു കൊണ്ടേയിരുന്നു. അന്ന് ഉറക്കമില്ലാത്ത രാത്രിയായി ഇവരവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇവർ ഒരു അടുത്തുള്ള ഒരാളെ പോയി കണ്ടു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ വിഷയമൊക്കെ പറഞ്ഞു, ഇത് കാണിച്ചു കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ആഭിചാരമാണ്. ഇതുവരെ അപവാദം കേൾക്കാനായിരുന്നുവെങ്കിൽ ഇതൊരു മരണം നടക്കാനുള്ള ആഭിചാരമാണ്. അതെ, നിങ്ങളുടെ വീട്ടിൽ ഒരു മരണം നടക്കും. ആലോചിച്ച് നോക്കുക, എത്ര മാനസികമായി തകരും. കാരണം മക്കൾ പുറത്തുണ്ട്, കൂടെയില്ല, ആരാണ് മരിക്കുന്നത് എന്ന് അറിയില്ല. അപ്പോൾ പരിഹാരമായി ഒരു എമൗണ്ട് പറഞ്ഞു, പൂജ ചെയ്യണം, പിറ്റേ ദിവസം ആട്ടെ എന്ന് പറഞ്ഞു. ഇവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഇവർ പൂജയ്ക്കായി എല്ലാം റെഡിയാക്കാമെന്ന് പറഞ്ഞ് ഇവർ പോയി. പൈസ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ കൊടുത്തില്ല. എന്നിട്ട് ഇവർ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആകെ മനസ്സ് ഒന്നുമില്ല, മനസ്സ് കലുഷിതമാണ്. എങ്കിലും തലേ ദിവസം വന്നിട്ടുള്ള കുറേ കോളുകൾ ഇങ്ങനെ തിരിച്ചു വിളിച്ചു. അതിലൊരു കോള് ഇവരോടൊപ്പം മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഇവരുടെ ഒരു റിലേറ്റീവ് കൂടിയാണ്, ഒരു അകന്ന ബന്ധു കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഫോൺ എടുത്തു, മോളെ എന്തായി കാര്യങ്ങൾ? അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയായി കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ ഇന്നലെ ഞാൻ വീട്ടിൽ വന്നിരുന്നു, നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീടിനടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറേ അർച്ചനകളൊക്കെ നടത്തിയതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരുന്നു, കിട്ടിയോ എന്ന് ചോദിച്ചു. അത് സുഖം, അദ്ദേഹം വെച്ചിരുന്ന സാധനമാണ്
ഇവരൊരാളെ കൊണ്ട് കാണിച്ചപ്പോൾ അത് ആഭിചാരമാണെന്ന് പറഞ്ഞതും അതിന് വലിയൊരു എമൗണ്ട് ഇവരോട് ചോദിച്ചതും ഇവരത് പിറ്റേ ദിവസം കൊടുക്കാനിരുന്നതും ഒക്കെ ഇതാണ്. അപ്പോൾ ഒന്നല്പം ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നീട് ഇവർ ചെല്ലുമ്പോഴാണ് ഇവരുടെ നാളെഴുതിയ ഒരു പേപ്പർ അവിടെ ഇരുന്നത് പറന്നുപോയി മറ്റൊരു സ്ഥലത്തേക്ക് വീണു. അവരത് പരിശോധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതും കൂടിയാണ് വെച്ചത്. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം കാണുമ്പോൾ അതിനെ നമ്മൾ ഇമോഷണലായി ചിന്തിച്ചാൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ കിട്ടത്തില്ല. നമ്മൾ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ചത് എന്താണ്, ഇങ്ങനൊരു സാധനം വരാൻ സാധ്യതയുണ്ടോ എന്ന നിലയിലേക്ക് ചിന്തിച്ചാൽ പലതിനും നമുക്ക് ഉത്തരം കിട്ടുമെന്നുള്ളത് അറിയിക്കാനാണ് ഈ ഒരു സംഭവ കഥ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. ഇന്നത്തെ കോൾ ടു പത്തനാപുരം ഇവിടെ പൂർണ്ണമാവുകയാണ്. കോൾ ടു പത്തനാപുരത്തിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കാൻ നമ്പർ 8075728112. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. ഒരിക്കൽ കൂടി നമ്പർ പറയുകയാണ് 8075728112.